അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ അടുത്തയാഴ്ച വരികയാണ് അല്ലേ. അപ്പോൾ ഡിസംബർ 31 മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ഓരോ ജില്ലയിലും നടന്നിട്ടുള്ള നിയമന നിലകളെ കുറിച്ച്, അതായത് അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏത് ജില്ലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഏത് ജില്ലയിലാണ് കുറഞ്ഞു വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവാനും അതനുസരിച്ച് വേണ്ട രീതിയിൽ നമുക്ക് ഓരോ ജില്ലയിലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ജില്ല നോക്കി അപേക്ഷ സമർപ്പിക്കാനൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കട്ട് ഓഫ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ഈ അഡ്വൈസ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ. കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 മെയ് മാസമാണ്. അപ്പോൾ പ്രൊഫസർ റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ കാലാവധി തീരുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം ഓരോ ജില്ല തിരിച്ചുള്ള കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും അതിനുശേഷം നമുക്ക് ഈ അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചും നിയമനങ്ങൾ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, ഓരോ ജില്ലയിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ആദ്യം തന്നെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഡിസ്ട്രിക്ട് വൈസ് ഉള്ള കട്ട് ഓഫ് മാർക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം ജില്ല 63.33 കഴിഞ്ഞ തവണ വേരിയസിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 55.33 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 56.67 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ 53 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 56 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ 60 മാർക്കാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താലോ ഇടുക്കി ജില്ലയിൽ 57.33 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല പരിശോധിച്ചാൽ 56.67 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താലോ പാലക്കാട് ജില്ലയിൽ 54.33 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 56.33 കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ എത്രയാണ് 58.33 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 55.67 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താലോ കാസർഗോഡ് ജില്ലയിൽ 55.33 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താൽ വയനാട് ജില്ലയിൽ 53.67 കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ ഓരോ ജില്ലയിലും കൃത്യമായിട്ട് അറിഞ്ഞു. ഇനി നമുക്കത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, എന്താണ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും എത്ര നിയമനങ്ങൾ നടന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് അഡ്വൈസ് ഡീറ്റെയിൽസ് പ്രകാരം ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ 112 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 50 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ 45 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ പത്തനംതിട്ട ജില്ലയിൽ 42 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്താലോ കോട്ടയം ജില്ലയിൽ 51 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 90 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിൽ 56 അഡ്വൈസ് ഇപ്രാവശ്യം ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 57 അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താലോ പാലക്കാട് ജില്ലയിൽ 47 ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താലോ മലപ്പുറം ജില്ലയിൽ 49 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 58 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 52 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ല 25 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. വയനാട് ജില്ല എടുത്താലോ
വയനാട് ജില്ലയിൽ 26 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുമ്പോൾ ഓരോ ജില്ലയിലും ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡ്വൈസിനെ കുറിച്ചും നിയമന നിലയെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ. 112 അഡ്വൈസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണല്ലോ അഡ്വൈസ് കുറവൊന്നുമില്ല, 90 അഡ്വൈസോളം ഇതുവരെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഇടുക്കി ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും അതുപോലെ തന്നെ കൊല്ലമാണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഏകദേശം 50-അടുത്തോളം 50-50 മുകളിലും 50-അടുത്തും ഒക്കെ നിയമനങ്ങൾ നടന്ന ജില്ലയാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് പരിശോധിക്കുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെ തന്നെ അതുപോലെ ഇടുക്കി ജില്ലയിലും ഒക്കെ തന്നെ 50-ന് മുകളിൽ കട്ട് ഓഫ് ആണ്. എന്നാൽ തന്നെ 60-ന് താഴെ ആണ് കട്ട് ഓഫ് മാർക്കൊക്കെ ഈ ജില്ലകളിലൊക്കെ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ഈ ജില്ലകളിലൊക്കെ തന്നെ 60 മാർക്കിൽ താഴെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. 60 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 60 ആണ് കട്ട് ഓഫ് മാർക്ക്. അങ്ങനെ 1-2 ജില്ലകളിൽ മാത്രമാണ് കട്ട് ഓഫ് മാർക്ക് 60-ഉം 60-ന് മുകളിലും വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ തന്നെ 60-ൽ താഴെയുള്ള കട്ട് ഓഫ് മാർക്ക് തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ ജില്ലയും പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് അപേക്ഷ സമർപ്പിക്കാൻ നല്ലത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല, ഏത് ജില്ല തിരഞ്ഞെടുത്താലും പൊതുവെ കട്ട് ഓഫ് മാർക്ക് 60-ന് മുകളിൽ വരുന്ന ജില്ലകൾ 1-2 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ തന്നെ 60 മാർക്കിന് താഴെയാണ് കട്ട് ഓഫ് മാർക്ക് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വൈസിനെ കുറിച്ചും കട്ട് ഓഫിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ജില്ലകളൊക്കെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ജില്ലകൾ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ട് ഓഫിനെ കുറിച്ചും അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജില്ലകൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ 60-ന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുന്ന 1-2 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ജില്ലകളിലൊക്കെ തന്നെ 60 മാർക്കിൽ താഴെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ ഓൾറെഡി നമ്മളെടുത്ത ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. കൂടാതെ റാങ്ക് ഫയൽ ആവശ്യമുള്ളവർക്ക് റാങ്ക് ഫയൽ ഉണ്ട്, അയച്ചു തരാം. അതുപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും യോഗ്യരായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.